ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. രണ്ടുപേരും കൂടെ എവിടെ പോയതാ? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇച്ചൂട്ടാ, അമ്മയോടൊപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് വരികയാണോ? അനു, ആ കടയുടെ കാര്യത്തിൽ അനു ആകെ ധർമ്മസങ്കടത്തിലായല്ലേ? അച്ഛന് ഒരാഴ്ചക്കുള്ളിൽ 25 ലക്ഷം കൊടുക്കാമെന്ന് ഞാനും സത്യനും കൂടെ സമ്മതിച്ചു. അപ്പോഴാ അമ്മ വന്നത്. രഘുവേട്ടന് കാശ് കൊടുത്ത് കട സ്വന്താക്കാൻ പോകുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? ഇല്ല, അമ്മയോട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചത്. അതിനിടയിൽ രഘുവും അമ്പിളിയും വീട്ടിൽ വന്ന് ഈ വിവരം പറയുന്നു വിചാരിച്ചില്ല. അവർക്ക് അവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ രഘുവേട്ടന് ഇന്ദ്രേട്ടനെ വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു. അവര് വിചാരിച്ചത് അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഈ ഇടപാടെന്നാ. ഒരിക്കൽ അമ്മ പഞ്ചരത്നത്തിൽ വന്ന് ഈ കടയ്ക്ക് വില പറഞ്ഞതാണല്ലോ. രഘുവിന്റെ ആ പ്രതീക്ഷയും തകർന്നു അല്ലേ? ഇനിയിപ്പോ എന്താണ് ചെയ്യാ? രഘുവേട്ടന്റെയും അമ്പിളി ചേച്ചിയുടെയും കാര്യം എപ്പോഴും ഇങ്ങനെയാ. കൈവെള്ളയിൽ വന്നതുപോലും അവസാന നിമിഷം തട്ടിത്തെറിച്ചു പോവും. രഘുവിന്റെ കാര്യത്തിന് വേറെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയാൽ കടയുടെ കാര്യത്തിൽ ദാസങ്ങളെടുത്ത പുതിയ തീരുമാനം തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ? എല്ലാ മാസവും 25,000 രൂപ ഞാൻ അനുവിന് തരണമെന്ന പുതിയ വ്യവസ്ഥ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അനുവിനും മോനും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാലോ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആരുടെയും കരാറിന്റെ പുറത്തുള്ള കാശ് ആവശ്യമില്ല. ഇവന്റെ അച്ഛനെതിരെ ഞാൻ ഡിവോഴ്സ് കേസ് കൊടുത്തിരിക്കല്ലേ. അത് ന്യായമാണെന്ന് കോടതിക്ക് തോന്നിയ ഞങ്ങൾക്ക് ചെലവിന് തരാൻ കോടതി ഇവന്റെ അച്ഛനോട് പറയും. ഞങ്ങൾക്ക് അത് മതി, അല്ലേടാ മോനെ? കുടുംബ കോടതിയിലെ കേസ് തീരുമ്പോഴുള്ള കാര്യമല്ലേ. ഷോപ്പിന്റെ പേരില് ഇന്ദ്രേട്ടന് എനിക്കൊന്നും തരണ്ട. രഘുവേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ് 25 ലക്ഷം ഇന്ദ്രേട്ടന് കൊടുക്കാൻ പറ്റുമോ? അമ്മ അറിയാതെ അത് കൊടുക്കാന്നായിരുന്നില്ലേ ഇന്ദ്രേട്ടനും സത്യനും ആദ്യം തീരുമാനിച്ചത്? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതും നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഇതിന്റെ പേരില് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നെയാണ്. എന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ വാക്കുമാറിയെന്ന് അവർക്ക് തോന്നിക്കാണും. ഇന്ദ്രേട്ടൻ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാ മതി. അമ്മയുടെ തീരുമാനത്തെ ധിക്കരിക്കാൻ മടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണമൊന്നുമില്ല. ഇല്ലനോ, എനിക്കതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. രഘുവിന് 25 ലക്ഷം ഞാൻ കൊടുത്തോളാം. സത്യനെന്തായാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അമ്മയെ അറിയിക്കാതെ ഞങ്ങളിത് ചെയ്തോളാം. എനിക്കൊരു സഹായം ചെയ്യുന്നതിന്റെ പേരിൽ അനു തെറ്റിദ്ധരിക്കപ്പെടരുത്. വേറൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാനിത് പറയില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? മഞ്ചാടിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയത്തിലാണ് ദാസങ്ങൾ ഇന്ദ്രേട്ടന്റെ അമ്മയുടെ ഭീഷണിക്ക് വഴങ്ങിയെന്ന് എനിക്കറിയാം. അതിന്റെ വിശദാംശങ്ങളൊന്നും അറിയാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാരും മഞ്ചാടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്തൊക്കെയോ ചെയ്തേന്നാണ് എന്റെ വിശ്വാസം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്കറിയേണ്ടത് അമ്മ നടത്തിയ ഡ്രാമയെക്കുറിച്ച് ഇന്ദ്രേട്ടന് നേരത്തെ അറിവുണ്ടായിരുന്നോന്ന്. ഇല്ലനോ, ഒരിക്കലുമില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അമ്മ മഞ്ചാടിയുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അതിനെ ഞാൻ എതിർത്തില്ല എന്നുള്ളത് സത്യമാണ്. കല്യാണത്തിന് ശേഷവും അമ്മ മഞ്ചാടിയും ജീവനും ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ജീവന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അവരെ കല്യാണത്തിന് ശേഷം ജീവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാനും രവിയും കൂടെ ചെയ്തു. അതിലപ്പുറം ഒരു ബന്ധവും മഞ്ചാടിയുടെ വിഷയമായിട്ട് എനിക്കില്ലാനു. നീ എന്നെ വിശ്വസിക്കണം.